നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്നു. മിക്കവാറും എല്ലാ ഇടങ്ങളിലും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നാമനിർദ്ദേശ പത്രിക തള്ളേണ്ട തീയതി കഴിഞ്ഞു. ഇനിയും സ്ഥാനാർത്ഥികൾ ആരും രംഗത്ത് വരാൻ സാധ്യതയില്ല. മത്സരരംഗം തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. UDF-ഉം LDF-ഉം ശക്തമായി ഇക്കുറി പോരാടുന്ന 140 മണ്ഡലങ്ങളിലും BJP-യും മാറ്റുരയ്ക്കാൻ വരുന്നു. ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ BJP-യും ഒപ്പമുണ്ടാകും എന്നുള്ളതാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് സഭ സമ്മേളിക്കുമ്പോൾ സഭയിൽ പ്രതിപക്ഷ നിരയിൽ BJP MLA-മാരും ഉണ്ടാകും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. അതെന്ത് തന്നെയായാലും CPM-ന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇക്കുറി പല സഖാക്കന്മാർക്കും അടക്കാനാവാത്ത അമർഷവും രോഷവും ഉണ്ടായിരിക്കുന്നു. CPM-ന് ഈ തെരഞ്ഞെടുപ്പ് നിർണായകമായ തെരഞ്ഞെടുപ്പ് തന്നെയായി മാറുന്നു. CPM എന്ന പാർട്ടിയിൽ 63 വർഷത്തെ പാരമ്പര്യമുള്ള പ്രവർത്തന പാരമ്പര്യമുള്ള CPM-ന്റെ സംസ്ഥാന സമിതിയിൽ 43 വർഷക്കാലം അംഗം ആയിരുന്ന CPM-ന്റെ 2 തവണ മന്ത്രിയായിരുന്ന 4 തവണ MLA ആയിരുന്ന ആലപ്പുഴയിലെ തലമുതിർന്ന നേതാവായ G. സുധാകരൻ പാർട്ടി വിട്ടു പുറത്തുപോയത് ഇക്കുറി വലിയ ചർച്ച തന്നെയാണ്. ഇതുപോലെ തന്നെയാണ് പാർട്ടിയുടെ ഈറ്റിലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കണ്ണൂരിൽ തളിപ്പറമ്പ് CPM-ൽ നിന്നും TK ഗോവിന്ദൻ പുറത്തു വന്നിരിക്കുന്നു. CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദന്റെ ഭാര്യയെ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിത്വം നൽകി CPM രംഗത്തിറക്കിയതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് TK ഗോവിന്ദൻ പുറത്തു വന്നത്. ഇതുപോലെ തന്നെ തളിപ്പറമ്പിൽ പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണനും CPM-ൽ നിന്നും പുറത്തു വന്നിരിക്കുന്നു. രക്തസാക്ഷി ഫണ്ട് വിനിയോഗം ചെയ്തതിലെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിച്ച് നിലവിലെ MLA ആയ TI മധുസൂദനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കുഞ്ഞികൃഷ്ണൻ പുറത്തു വന്നത്. ഇതിനു പുറമേയും CPM-നകത്തു നിന്ന് ധാരാളം പരാതികളും അവഹേളനങ്ങളുടെ കഥകളും ഉയരുന്നുണ്ട്. CPM-ന്റെ ചാനൽ ചർച്ചകളിലെ മുഖമായിരുന്ന ചിന്താ ജെറോമും അതുപോലെ തന്നെ CPM-ന്റെ തിരുവനന്തപുരം മുൻ മേയറായിരുന്ന ആര്യ രാജേന്ദ്രനും കണ്ണൂരിലെ സാരിയുടുത്ത പിണറായി എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന തീപ്പൊരി നേതാവ് CPM-ന്റെ നേതാവായിരുന്ന PP ദിവ്യയ്ക്കുമൊന്നും ഇക്കുറി CPM സ്ഥാനം കൊടുത്തിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവർക്കൊക്കെ സ്ഥാനാർത്ഥിത്വം ഉണ്ടാകും എന്ന് ഇവരും പ്രതീക്ഷിച്ചിരുന്നു. ഇവരോട് ചുറ്റിപ്പറ്റിയ ആളുകളും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറായിരുന്ന ആര്യ രാജേന്ദ്രനെ ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പരിഗണിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദനോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ആര്യ രാജേന്ദ്രനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരിഗണിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അവർക്ക് സീറ്റ് നൽകാതിരുന്നത് എന്നാണ് MP ഗോവിന്ദൻ പ്രഖ്യാപിച്ചത്. ആര്യയും അത് പ്രതീക്ഷിച്ചിരുന്നു. ആര്യയുടെ ഭർത്താവായ ബാലുശ്ശേരി MLA ആയ സച്ചിൻ ദേവും അത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ആര്യ തിരുവനന്തപുരത്ത് മേയറായിരുന്നപ്പോൾ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് തന്നെ ആര്യയുടെ നയ വ്യതിയാനങ്ങൾക്കെതിരെ എതിർപ്പുകൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. ആര്യ രാജേന്ദ്രനെ മാറ്റണം എന്നാവശ്യപ്പെട്ടത് ആദ്യം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് തന്നെയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ ആര്യക്കെതിരെ പരസ്യമായി തന്നെ തിരുവനന്തപുരം ജില്ലയിലുള്ള ജില്ലാ മെമ്പർമാർ പ്രതിഷേധിച്ചിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ്. ഭരണത്തിൽ പോലും, അതായത് കോർപ്പറേഷന്റെ ഭരണത്തിലിരിക്കുമ്പോൾ പോലും ഇടതുപക്ഷ കൗൺസിലർമാരുടെ അഭിപ്രായങ്ങൾ ആര്യ രാജേന്ദ്രൻ കേട്ടില്ല എന്നുള്ള പരാതി തന്നെയാണ് CPM-ന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പേഴ്സ് ഉയർത്തിയത്. അത് പരസ്യമായി പുറത്തു പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റൊരു സംഭവം, തിരുവനന്തപുരം ഡിപ്പോയിലെ KSRTC M പാനൽ ജോലിക്കാരനായിരുന്ന യദു എന്ന് പറഞ്ഞ KSRTC ഡ്രൈവർക്ക് നേരെ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് MLA-യും നടത്തിയ പരാക്രമം തന്നെയായിരുന്നു. തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഓടിച്ചുകൊണ്ടുവന്ന സ്വിഫ്റ്റിന്റെ KSRTC ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിന് ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് MLA-യും സഞ്ചരിച്ച കാറ് കുറുകെ കൊണ്ടുവന്നിട്ട് ആ ബസ് തടയുന്ന കാഴ്ചയാണ് കണ്ടത്. കാരണം പറഞ്ഞത് ആര്യ രാജേന്ദ്രൻ സഞ്ചരിച്ചിരുന്ന കാറിന് യദു ഓടിച്ചിരുന്ന KSRTC ബസ് സൈഡ് കൊടുത്തില്ല എന്നുള്ളതായിരുന്നു. തിരുവനന്തപുരം പാളയം യൂണിവേഴ്സിറ്റി കോളേജിന്റെ സമീപത്ത് വെച്ചായിരുന്നു ഇത്തരം സംഭവം ഉണ്ടായിരുന്നത്. യദു ഇക്കാര്യത്തിൽ കുറ്റക്കാരനല്ല, നിരപരാധിയാണ് എന്നുള്ളത് ആ ദൃശ്യം കാണുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാകും. പിന്നീട് യദു ആര്യയെ പുലപ്യം പറഞ്ഞു എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. എന്നാൽ KSRTC ബസ്സിനകത്തുണ്ടായിരുന്ന മെമ്മറി കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാകും എന്ന് പറഞ്ഞതോടുകൂടി ആ മെമ്മറി കാർഡ് പിന്നീട് കാണാതെ പോവുകയായിരുന്നു. മുൻപ് സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിക്കെതിരെ ചില ആരോപണങ്ങൾ ഉയർത്തിയപ്പോൾ സ്വപ്ന ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രിയെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു, ഇന്ന തീയതികളിലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിന് തെളിവ് ക്ലിഫ് ഹൗസിലെ CCTV-യുടെ ഫുട്ടേജ് പരിശോധിച്ചാൽ മതിയാകും എന്ന് സ്വപ്ന പറഞ്ഞപ്പോൾ അന്ന് തിരുവനന്തപുരത്ത് ക്ലിഫ് ഹൗസിന്റെ മുകളിൽ മാത്രം വെട്ടിയ ഒരു വെള്ളിടിയിൽ ആ ഫുട്ടേജുകൾ നഷ്ടപ്പെട്ടു പോയി, CCTV ദൃശ്യങ്ങൾ നഷ്ടമായി എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അറിയിച്ചത്. എന്നതുപോലെ തന്നെയായിരുന്നു യദു ഓടിച്ചിരുന്ന KSRTC ബസ്സിലെ മെമ്മറി കാർഡും നഷ്ടമാവുകയായിരുന്നു. ഇതിൽ നിന്നെല്ലാം ആര്യ രാജേന്ദ്രന്റെയും സച്ചിൻ ദേവ് MLA ആയ ഭർത്താവിന്റെയും എല്ലാം കടന്ന കൈകൾ അതിലുണ്ടായിരുന്നു. പാവം ഒരു KSRTC ബസ് ജീവനക്കാരെ കൊടുക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരം മേയറായ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് MLA-യും കൃത്യമായി നടത്തിയ നാടകം തന്നെയായിരുന്നു അത്. അല്ലെങ്കിൽ അവരുടെ തെറ്റുകൾ മറച്ചു പിടിക്കുന്നതിന് KSRTC ജീവനക്കാരനായ യദുവിന്റെ ജോലി നഷ്ടമാകുന്ന തരത്തിലേക്ക് പിന്നീട് കാര്യങ്ങൾ ചെന്നെത്തി. യദു ഇപ്പോഴും KSRTC-യിൽ നിന്ന് പുറത്തു നിൽക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ ഈ ഒരു ഭക്ഷ്യ ശൃംഖലയുടെ
ബോയിയായി പ്രവർത്തിക്കുന്നു. വീട് വീടാന്തരം ഭക്ഷണ സാധനങ്ങൾ എത്തിക്കുന്ന, ഡോർ ടു ഡോറിൽ ഭക്ഷണ സാധനങ്ങൾ എത്തിക്കുന്ന ഒരു ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ആര്യ രാജേന്ദ്രനുള്ളതെങ്കിൽ നവീൻ ബാബുവുമായി ബന്ധപ്പെട്ട്, നവീൻ ബാബുവിന്റെ ദുരൂഹമരണവുമായി ബന്ധപ്പെട്ട് പി ദിവ്യ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാവുകയായിരുന്നു. നവീൻ ബാബുവിന്റെ ദുരൂഹമരണവുമായി ബന്ധപ്പെട്ട് നവീൻ ബാബുവിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടുന്നത് പ്രേരണാ കുറ്റം ചുമത്തി തന്നെയാണ് നവീൻ ബാബുവിന്റെ ദുരൂഹമരണവുമായി പോലീസ് കേസെടുത്ത ആ കേസിൽ ഒരേ ഒരു പ്രതി പി ദിവ്യ തന്നെയാണ്. നവീൻ ബാബുവിന്റെ മരണം പി ദിവ്യയുടെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കുന്നതായിരുന്നു. ചിന്താ ജെറോമിനും ഈ കുറി എന്തായാലും സീറ്റ് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. CPM ചാനൽ ചർച്ചകളിൽ CPMന്റെ മുഖമായിരുന്നു ചിന്താ ജെറോം. ചിന്താ ജെറോമിന്റെ ഡോക്ടറേറ്റുമായി ബന്ധപ്പെട്ട് ചെങ്ങമ്പുഴയുടെ വാഴക്കുല വൈലോപ്പള്ളിയുടെ തോപ്പിൽ കൊണ്ടുപോയി കെട്ടിയതുമായി ചില ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ചിന്താ ജെറോമിന് തന്നെ ആയിരിക്കും ഈ കുറി സീറ്റ് എന്നൊക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. എങ്കിലും ചിന്താ ജെറോമിനെയും CPM കൈവിടുകയായിരുന്നു. ഫലത്തിൽ പി ദിവ്യയെയും ചിന്താ ജെറോമിനെയും ആര്യ രാജേന്ദ്രനെയും, അതായത് CPMന്റെ യുവമുഖങ്ങൾ എന്ന് അവകാശപ്പെടുന്ന വനിതാ നേതാക്കളെ CPM അക്ഷരാർത്ഥത്തിൽ വെട്ടിമാറ്റുകയായിരുന്നു. ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറാണ് ആര്യ രാജേന്ദ്രൻ എന്ന് പറഞ്ഞുകൊണ്ട് 21 വയസ്സുള്ള ആര്യ രാജേന്ദ്രനെ ഉയർത്തി കാണിച്ചുകൊണ്ട് ഒരിക്കൽ CPM തന്നെ വലിയ പ്രചരണ പരിപാടികൾ നടത്തുകയുണ്ടായി. പിന്നീട് അത് CPMന് തലവേദനയായി മാറുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. തിരുവനന്തപുരം കോർപ്പറേഷൻ കാലാകാലങ്ങളായി CPMന്റെ അധീനതയിലായിരുന്നു. CPM ആണ് കോർപ്പറേഷൻ ഭരിച്ചിരുന്നത്. എന്നാൽ ആര്യ രാജേന്ദ്രന്റെ ഭരണം മൂലം ഇക്കുറി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ BJP കോർപ്പറേഷന്റെ ഭരണം പിടിച്ചെടുക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ഈ കാരണങ്ങളെല്ലാം കൊണ്ടാവാം ഇപ്പോൾ ഈ നമ്മുടെ ആര്യ രാജേന്ദ്രനും പി ദിവ്യയ്ക്കും ചിന്താ ജെറോമിനും എല്ലാം സ്ഥാനം നഷ്ടമായത്. എന്നാൽ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം വരുന്ന വാർത്തകൾ പരിശോധിക്കുമ്പോൾ ആ വാർത്തകളിലെല്ലാം അല്ലെങ്കിൽ അത്തരം കമന്റുകളിലെല്ലാം അഭിപ്രായം പറഞ്ഞു കാണുന്നത് ദുഷ്ടക്കമ്പനികളെ CPM പോലും വെറുത്തു മാറ്റിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഓരോരുത്തരുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. എന്നാൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇവർക്കെതിരെ ഇത്തരം ചില വാർത്തകൾ വരുന്നുണ്ട് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് പറഞ്ഞത്. എന്തായാലും CPMന്റെ 2026 തെരഞ്ഞെടുപ്പുകളിൽ പടക്കുതിരകളായി മാറേണ്ടിയിരുന്ന ആര്യ രാജേന്ദ്രനും പി ദിവ്യയും ചിന്താ ജെറോമും പാർട്ടിയുടെ സ്ഥാനാർത്ഥിത്വ പട്ടികയിൽ നിന്ന് പുറത്തായിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട അവസ്ഥ. എന്തായാലും ഈ കുറി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPMനകത്ത് നിന്ന് തന്നെ വെല്ലുവിളികൾ ഉയരുന്നു. TK ഗോവിന്ദൻ പുറത്തുപോയിരിക്കുന്നു, കുഞ്ഞികൃഷ്ണൻ പുറത്തുപോയിരിക്കുന്നു, G സുധാകരൻ ആലപ്പുഴയിലെ വലിയ നേതാവായിരുന്ന ആൾ പുറത്തുപോയിരിക്കുന്നു. ഇവരെല്ലാവരും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. പി ദിവ്യയ്ക്കും ചിന്താ ജെറോമിനും ആര്യ രാജേന്ദ്രനുമൊന്നും സീറ്റ് നൽകാത്ത അവസ്ഥയിൽ CPMനകത്ത് നിന്ന് തന്നെ വലിയ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും നേരിടേണ്ടി വരുന്ന തെരഞ്ഞെടുപ്പായി മാറുന്നു. 3.0 ആവർത്തിക്കാനിരിക്കുന്ന പിണറായി വിജയൻ ഇക്കുറി ഭരണം കിട്ടുമോ അതോ UDF ഭരണം പിടിക്കുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.